ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചില പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിൽ ഒരു അക്കൗണ്ട് മാത്രമായിരിക്കില്ല കാണാൻ പറ്റുക. ഒരു അക്കൗണ്ട് ആൻഡ് വേറൊരു അക്കൗണ്ടും കൂടി ഉണ്ടാവും. അപ്പോൾ രണ്ട് അക്കൗണ്ടിൻ്റെ പേര് ഒരു പോസ്റ്റിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് കൊളാബറേഷൻ എന്നുള്ള ഫീച്ചർ വഴിയാണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൊളാബറേഷനായിട്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് നമ്മളെങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആദ്യം ഫോൺ എടുക്കുക, എന്നിട്ട് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈലിലോട്ട് പോവുക. പ്രൊഫൈലിലോട്ട് പോയാൽ നമുക്കിവിടെ മുകളിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താണ് പോസ്റ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്കൊരു റീലാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ റീൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതല്ല ഒരു പോസ്റ്റാണ് എന്നുണ്ടെങ്കിൽ പോസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളിന് പോസ്റ്റ് എന്നുള്ളത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം എക്സാമ്പിളിന് ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ വീണ്ടും നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജിലോട്ട് എത്തുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ടാഗ് പീപ്പിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഇൻവൈറ്റ് കൊളാബറേറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള ഒരു പേജിലോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഏത് അക്കൗണ്ടുമായിട്ടാണോ കൊളാബറേറ്റ് ചെയ്യേണ്ടത് ആ ഒരു അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ നെയിം ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതിൽ നിന്ന് ഏത് അക്കൗണ്ടാണ് എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അപ്പം എനിക്ക് ഈ ഒരു അക്കൗണ്ടുമായിട്ടാണ് കൊളാബറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഒരു ടിക്ക് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഫോട്ടോ പോസ്റ്റ് ആവുന്നതായിരിക്കും. ഇനി നമ്മുടെ പ്രൊഫൈലിൽ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ രണ്ട് പേര് കാണാൻ പറ്റുന്നില്ല, ഒരു പേരെ കാണാൻ പറ്റുന്നുള്ളൂ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ ആൾ ഇത് ആക്സെപ്റ്റ് ചെയ്യണം എന്നാൽ മാത്രമേ രണ്ട് പേരിൽ കാണിക്കുള്ളൂ. ഇനി മറ്റേ ആൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ പ്രൊഫൈൽ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഡിഫോൾട്ടായിട്ട് ഇതിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇവിടെ താഴെ നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ടാഗിൻ്റെ ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു പുതിയ പോസ്റ്റ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ താഴെ നമുക്ക് കൊളാബറേഷന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്. അതിൽ റിവ്യൂ എന്നുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യാനോ ഒക്കെ ഉള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ കൊളാബറേഷൻ ചെയ്യണം എന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ആക്സെപ്റ്റ് കൊടുക്കുകയാണ്. ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ മുകളിൽ നോക്കിയാൽ കാണാൻ പറ്റും രണ്ട് പേരുകൾ കാണുന്നുണ്ട്, രണ്ട് അക്കൗണ്ട്സ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിന് ശേഷം ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മെയിൻ പേജിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റുകളിൽ ആ ഒരു പോസ്റ്റും കൂടി കാണിക്കുന്നതായിരിക്കും. ഇപ്പം നേരത്തെ ആ ഒരു പോസ്റ്റ് ഇവിടെ കാണിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം ഈ ഒരു പോസ്റ്റ് ഇവിടെ മെയിൻ പേജിൽ തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ പോസ്റ്റിൻ്റെ കൂട്ടത്തിൽ. അപ്പം ഇങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൊളാബറേഷൻ വഴി ഒരു പോസ്റ്റ് ഇടാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.